ബിരിയാണിയാ അല്ലാ വെളിയിൽ ക്യാമ്പ് ഫയറിന്റെ സെറ്റപ്പാണ് ഇവിടെ വെളിയിൽ. സോറി നിങ്ങൾ മൈസൂരിൽ പോകുമെന്നാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താണ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ സീക്രട്ട് സാന്റ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ്. അപ്പൊ ഒരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ചെറിയ ക്രിസ്മസ് പരിപാടി അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മട്ടൻ ബിരിയാണി ഉണ്ടാക്കി. എല്ലാരും ഓരോരുത്തരും ഓരോരോ ഫുഡ് ഉണ്ടാക്കും. അങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളിവിടെ നിന്ന് അങ്ങോട്ട് പോകണം. സമയം ഇപ്പം എത്രയായി? 6 മണി. ഓൾമോസ്റ്റ് 6 മണി സംഭവമായി. പുറത്തിറങ്ങി മൊത്തം ഇരുട്ടാണ്. അപ്പോൾ വിശേഷം കാണാം. അപ്പം ഇനി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതാണ് കമ്മിട്ട് സെറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇതവിടെ കൊണ്ടുപോയി പൊട്ടിക്കണം ഫുഡ് അടിക്കാൻ നേരത്ത്. അപ്പം ഇതാണ് പുറത്തെ അവസ്ഥ. ഇതാണതാ, മൊത്തം ഇരുട്ടായിട്ടുണ്ട്, ഫുൾ ഇരുട്ടായി. അപ്പം ഓക്കെ, ഇപ്പം നമ്മൾ ഫോൺ ഇറങ്ങാൻ പോവുകയാണ്. ഗിഫ്റ്റ് ഉണ്ട് ഇവിടെ. ലൈറ്റ് എടുക്കുക. പോവാം. അപ്പൊ കുഞ്ഞു പോയി വണ്ടി എടുത്തോണ്ട് വരും. അപ്പൊ കുഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ കുഞ്ഞു എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം എടുത്ത് പോവാം. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ജാക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ഇനി തിരിച്ചു കയറാനായിട്ട് വയ്യാത്തത് കൊണ്ട് തണുപ്പും കൊണ്ട് പോവാണ്. സമയം 6:30 ആയിട്ടുണ്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളെന്തും കഴിഞ്ഞില്ലേ ഇതുവരെ? നടക്കോ? എത്ര മണിന്നാ പറഞ്ഞേ? ഇന്നലെ 3 മണി. കേക്ക് അടുത്തൊരാള് വന്നിട്ടുണ്ട്. ഇതാണ് ജെഫി, പ്രമുഖ ജെഫി. അങ്ങോട്ടും ഇങ്ങോട്ടും വ്ളോഗ് തെളിയ. ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് എല്ലാരും ഇങ്ങനെ നിരത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താണ് ക്രിസ്മസ് ട്രീ. സമയം എത്ര മണി പറഞ്ഞത്? 3 മണി. ഞങ്ങൾ 6 മണിക്കെങ്കിലും എത്തി. ഞങ്ങളാ? നമ്മള് 3 മണിക്ക് വരാത്തത് കൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത്. എന്റെ മോഹം കട്ട് ചെയ്ത് തരാം.
അതെ ആദി. ഇതാരാണ്? ഇതാരാണ്? മുഖാണിത്. ഇല്ല അത് കളയണ്ടായിരുന്നു. ഇവര് കുക്കിംഗ് പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം വന്നു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഇരിക്കണം. ഞാൻ പറയാം, ഏതൊരു സൂപ്പർ എന്താ നമ്മുടെ ഈ സെലിബ്രിറ്റി വരത്തില്ലേ, അപ്പൊ കൊറേ ക്യാമറ കഴിഞ്ഞു പോയി. ബിരിയാണി പൊട്ടിക്കലാണ് നമ്മുടെ ബിരിയാണിയാ. ഇത് പിന്നെ വെക്കല്ലേ, അതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് കരിഞ്ഞു പോയി. സൈഡ് മേള് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ പോവുകയാണ്. എല്ലാരും കേക്ക് മുറിക്കാം. അപ്പം നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസിന് എല്ലാരും ഇവിടെ ഉണ്ട്. ഞാൻ പാട്ട് പാടുന്നതാ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and Happy New Year. We wish you. ചെറിയ കുട്ടിക്ക് തന്നോളൂ. ബുദ്ധിപരമായിട്ട് ഒന്നും കൂടി തരുമോ? എന്തൊക്കെ കഴിയണം. ഇപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഗർഭിണിക്കാൻ ആദ്യം കൊടുക്കണേ. ശരിയാ, ആദ്യമേ തിന്നു. ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടി അറിയാത്തല്ലേ. കേക്ക് കൊള്ളാം. കേക്ക് ഉണ്ടാക്കിയ ആളാണ് കട്ട് ചെയ്യുന്നത്. എനിക്ക് വയ്യെന്ന്. കൺസിസ്റ്റൻസി നോട്ട് സാറ്റിസ്ഫൈഡ്. നല്ല സോഫ്റ്റാ. നീ തിന്നോടാ? ഞാൻ കഴിച്ചു. പറയട്ടെ, ഇഷ്ടായി. വേണ്ട, പച്ചവെള്ളം മാത്രം, ഞാൻ മാത്രമേ ഉള്ളൂ കുടിക്കാറ്. അത് എല്ലാരും കണ്ടുള്ളതാവില്ല. നിങ്ങക്ക് ആ വീഡിയോ എടുത്തൂടെ? ഫസ്റ്റ് പെഗ് പിന്നെ ലാസ്റ്റ് പെഗ്. ആ വീഡിയോ ഇല്ലേ? നന്നാവും. ഞാൻ പറഞ്ഞില്ലേ വെളിയില് ക്യാമ്പ് ഫയറിന്റെ സെറ്റപ്പാണ് ഇവിടെ വെളിയിൽ. അപ്പം അല്ലേ ക്രിസ്മസ് ഫ്രണ്ടിന്റെ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഗിഫ്റ്റ് കൈമാറുന്ന സെറ്റപ്പ് തുടങ്ങാം. ഗിഫ്റ്റ് എടി ഇഷ്ടം പോലെ ഗിഫ്റ്റ് ഉണ്ടോ? ഗിഫ്റ്റ് ആണ്. ഈ ഒരു അറ്റം തൊട്ട് ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. ഈ ഒരു അറ്റം തൊട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടില്ല ഒരെണ്ണം. ഓ അങ്ങനെയാണ്. കൈവിട്ട് താങ്ക് യു സോ മച്ച്. അല്ല, ലാസ്റ്റ് എല്ലാവരും കൂടെ പൊളിക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കൂട്ടോ.
അങ്ങനെ പറ്റില്ല, ഞാൻ മാത്രം പെട്ടാ പോരല്ലോ. അവ കൊടുത്ത റിട്ടേൺ ഗിഫ്റ്റ് ആണത്. അല്ല, പേര് പറഞ്ഞു അവള്. എന്നിട്ട് ഞാൻ ഇനിമോളെ തൊട്ട് തുടങ്ങിയാ മതി. വേണ്ട, ഞാൻ പറയാം. എല്ലാരും 1 2 3 4 5 6 7 8 9 10. ഞാൻ പോയേ. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. പോയവരൊക്കെ ഇരിക്കോ? എണ്ണി മാറ്റിയാണല്ലേ, അപ്പൊ ആരാണ് തുടങ്ങാനുള്ളത്? 1 2 3 4 5 6 7 8 9 10. നീ പോയായിരുന്നു. 3 4 5 6 7 8 9 10. പോയേ 4 5 6 7 8 9 10. 5 6 7 8 9 10. 8 9 10. എനിക്ക് 10 കൊടുക്കാം. അവിടെ പൊതിച്ചിട്ടുണ്ടല്ലോ. അതാ എനിക്ക് സംശയം. അതിന്റെ ഉള്ളിൽ ഇത് എടുക്കണല്ലോ. ഇവിടെ വന്നു ചേച്ചിതാ. ഇല്ല, അത് നോക്കാം. അത് വെച്ചാ എവിടെയെങ്കിലും വെച്ചാൽ അത് കിട്ടിക്കോളും. അല്ല, ഇതുണ്ടല്ലോ. സ്റ്റേജിലേക്ക് വിളിച്ചെത്തി കൊടുക്കുന്നത്. എന്റെ ക്രിസ്മസ് തന്നെയാണ് കിട്ടിയത്. ആ സൈഡിലോട്ട് അവിടെ ആരാണ്ട. ആ സൈഡിലോട്ട് അവിടെ ആരാണ്ട. എന്റെ ഫ്രണ്ട് അങ്ങോട്ട് നോട്ടം പോയി. എന്തെല്ലാം പറഞ്ഞത് മനസ്സിലായത്. ഞാൻ പോടാ, നമ്മള് പൊട്ടിക്കൂലാണ്. ഇത് നീ മേടിച്ചത് എനിക്ക് വിളിക്കണ്ടല്ലോ. ചേച്ചി കൊടുത്തത് തൻസിക്കാണ്. താങ്ക് യു. ഇത് ഞാൻ വാങ്ങിക്കും വിചാരിച്ചിരുന്ന സാധനം. സെയിം ബ്രാൻഡ് സെറാവയുടെ. വെട്ടണ വ്യാപാരി ഷൂ ആയിരിക്കും. ഇതിന്റെ ഉപയോഗം എന്തിനാണ്? നമ്മുടെ സിറിയൊക്കെ പോലെ തന്നെ വീട്ടിലെ പണിയൊക്കെ എടുക്കും. അലക്സ സിംഗ് എ സോങ്. എന്നിട്ട് നീ ആ ബൈക്ക് വെച്ചിട്ട് നീ തന്നെ പാടിയാ. താങ്ക് യു മീനു. ആ ബാക്കിയുള്ള സാധനങ്ങൾ പെടാണ്ടെന്ന് നേരെ പിടിച്ച് സത്യം
നിക്കാൻ തുടങ്ങിയിട്ട് മനുഷ്യൻ ഹോട്ടലിലേക്ക് പോയിക്കണതാ ഞാൻ. പാത്രമായിട്ട് പെട്ടെന്ന് നല്ലപോലെ ആരോണേ ആ. ഇങ്ങനെ തിരിക്കേ ഇതൊരു ഇങ്ങനെ തിരിക്കേ അല്ലെങ്കിൽ വീട് ഇങ്ങനെ ആവും എന്തൊരു എനിക്ക് വേണ്ടേ? നേരെ പിടിക്കേ ഈ കോപ്പിങ് സ്റ്റാൻഡ് കുഞ്ഞു പ്ലേറ്റ് വല്ലതും ഉണ്ടോ? അതെനിക്കറിയാം ഞാൻ ഇങ്ങോട്ടാക്കുന്നേ സാധനം എടുക്കണ്ടേ? മറ്റേ ബൗളാണോ ഉം. അല്ല ചെറിയ മറ്റേ അല്ലാത്ത കുഞ്ഞു പ്ലേറ്റ് ഉണ്ടോ? മറ്റേ ഇത് ആക്കാനാണോ ഇങ്ങനെ എടുക്കാൻ അത് അങ്ങനത്തേതോ ഉള്ളടാ ഇത് കുഴഞ്ഞൊന്നും പോയിട്ടില്ലല്ലോ നല്ലതായിട്ടുണ്ടല്ലോ കുഞ്ഞു പ്ലേറ്റ് അങ്ങനത്തെ ഇല്ലടാ ആ അങ്ങനത്തെ ബൗളേ ഉള്ളൂ മട്ടൻ പീസ് അടിയിലാവൂലേ? സോറി അടിയാ അവിടെ വരെ മട്ടൻ പീസ് അടിയിലാവൂലേ ഇത് അമ്മിട്ട് കൊണ്ടുവന്നതല്ലേ കൊറേ നേരം ആയില്ല, എന്തേലും കിട്ടണ്ട. എല്ലാം കിട്ടുന്നുണ്ട്. ഓ മട്ടൻ മട്ടൻ ബിരിയാണി അതിനെടുത്തോ, രണ്ടും ബിരിയാണി തന്നെ. പീസ് വേണോ? ഞാൻ എടുത്തത്. റൈസ് മതി, കുറച്ച് റൈസ് മതി. ബിരിയാണി ഉള്ള ആരാണ് വെയിറ്റ് ചെയ്തിരുന്നത് ബിരിയാണിക്ക്? എങ്ങനെ ഉണ്ടാ? ബിരിയാണി നന്നായിരുന്നു. ഇത് വിളമ്പ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. എന്നോട് ചോദിക്കണ്ട ഞാൻ കഴിച്ചില്ല ഈ ഇരിക്കുന്ന ആള് രണ്ടാളാണ്, കാരണം വയറ്റിൽ ഒരാളും കൂടി ഉണ്ട്. വയറ്റിൽ ഒരാളും കൂടി ഉണ്ട്. അപ്പം അത് ഏത് കുട്ടിയായിരിക്കും? ബോയ് ചേച്ചി പറ. അറിയില്ല. ചാൻസ് പോയി വരാം ആദ്യം അടുത്ത് വരാം. അതെന്താ പറയാ എനിക്ക് അങ്ങനെ അഭിപ്രായം പറയാൻ അറിയില്ല പറയാലോ അതെനിക്ക് വയറും കാലും ഒക്കെ കാണണം ആ വയറും കാര്യം ഒന്ന് കാണിച്ചു ആരൻ ബാബു ഗേള് ബോയ് ഇറ്റ്സ് എ ബോയ് ഇറ്റ്സ് എ ഗേൾ ഇറ്റ്സ് എ ഗേൾ ഗേൾ ഞാൻ എന്തോ ഒരു ഗേൾ ഗേൾ ബോയ് ഉറപ്പായിട്ടും ബോയ്. കൊച്ചിന്റെ അച്ഛന്റെ അടുത്ത് ചോദിക്കട്ടെ. ഞാൻ കൊച്ചിന്റെ അച്ഛാ ആ കൊച്ചിന്റെ അച്ഛൻ ബാത്റൂമിലാണ് കാശ്. കൊച്ചിന്റെ അച്ഛൻ സീലറിന്റെ മോളെ നാളെ ഞാൻ പറയാം. ഞാനും പോയി. ഞാൻ മാത്രം എനിക്ക് നല്ല ആ കൊച്ചിന്റെ അച്ഛാ. കൊച്ചിന്റെ അച്ഛൻ ഒരു ഓസ്കാർ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇത് ഈ കൂട്ടത്തിൽ അവളേലാണ് ഉള്ളത്. ചേച്ചി വിളിച്ചാൽ ആദ്യം കൊണ്ടു കൊടുത്തേ അതപ്പോ ജെൻഡറൊക്കെ അറിഞ്ഞോ 5ാം മാസത്തിലല്ലേ? ബിരിയാണി എങ്ങനെയുണ്ട്? ബിരിയാണി നല്ലതാ. നന്നായിട്ട് വരും. സൂപ്പർ എത്ര പെർഫെക്റ്റ് വേവില് കിട്ടുന്നു അവർക്കായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ തീർന്നിരിക്കുകയാണ് ഗായ്സ്. അടുത്ത വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ബൈ.